വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് രാഹുൽ ഗാന്ധി സുൽത്താൻ ബത്തേരിയിലെ റോഡ് ഷോയിലാണ് ആദ്യം പങ്കെടുത്തത്. കോൺഗ്രസ് ലീഗ് കൊടികളില്ലാതെയാണ് ഇത്തവണയും റോഡ് ഷോ സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നും രാഹുൽ ഉയർത്തിയത്. കർഷകരെ സഹായിക്കാത്ത മോദി കോടീശ്വരന്മാരുടെ ലോണാണ് എഴുതിത്തള്ളുന്നത് എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. കേന്ദ്രം കയറ്റുമതി ഇറക്കുമതി നയം മാറ്റുന്നത് വൻകിട മുതലാളിക്ക് വേണ്ടിയെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. Why can one of our brothers who is driving the auto rickshaw not be a leader? Why can one of our police people not be a leader? What does it mean, one leader? Why one leader? There should be millions of leaders in India. And that is the main difference between us and them. We want to listen to what is in the heart of our people. We want to love and respect their beliefs, their language, their religion, their culture. And they want to impose something from the top. We did not get freedom from the British to be colonized by the ideology of the RSS. We want India to be ruled by all her people. മാനന്തവാടി ബിഷപ്പ് ഹൌസ് സന്ദർശിച്ച രാഹുൽ ഗാന്ധിക്ക് രൂപത അധികൃതർ നിവേദനം നൽകി. കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ചേരുന്നു. സുർജിത്ത്, എന്തൊക്കെ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്? കൂടാതെ ഈ മാനന്തവാടി രൂപതയുടെ നിവേദനത്തിൽ എന്താണ് പറയുന്നത്? പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ വിമർശനം എന്ന് പറയുന്നത് അത് RSSനെതിരായിട്ടുള്ള വിമർശനമാണ് പ്രധാനമായും ഉന്നയിച്ചത്. രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന തരത്തിലുള്ള നിലപാട് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഒരു രാജ്യം ഒരു നേതാവ് എന്ന നിലയിലേക്ക് ചുരുങ്ങുന്നു, അത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുൾപ്പെടെയുള്ള ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നു. ഒരു പൂക്കൂടയിലെ വൈവിധ്യമാർന്ന നിറങ്ങളെ പോലെയാണ് രാജ്യമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഒരു ഭാഷ നല്ലതാണ്, മികച്ചതാണ് എന്നുള്ള രീതിയിലുള്ള അവതരണം അത് ശരിയായിട്ടുള്ള രീതിയല്ല. ധാരാളം നേതാക്കൾ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വയനാട്ടിലെ വന്യജീവി സംഘർഷം, യാത്രാ പ്രശ്നങ്ങൾ, ആരോഗ്യ മേഖലയിലെ വിഷയങ്ങൾ എന്നിവയെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ മെഡിക്കൽ കോളേജ് വിഷയം ഒരു 2 മിനിറ്റിനകം തന്നെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. പക്ഷെ വന്യജീവി സംഘർഷം അങ്ങനെയല്ല. എന്നിട്ട് പോലും അത് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കുന്ന വിധത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നത്. ആദ്യഘട്ടത്തിൽ റോഡ് ഷോ നടന്നത് ബത്തേരിയിലായിരുന്നു. പിന്നീട് അതിനുശേഷം പുൽപ്പള്ളിയിൽ, പിന്നീട് മാനന്തവാടിയിൽ, ഇനി വെള്ളമുണ്ടയിൽ നടക്കുന്നു. അതിനുശേഷം പടിഞ്ഞാറത്തറയിലും റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ബിഷപ്പ് ഹൌസിൽ, മാനന്തവാടിയിലെത്തിയ അദ്ദേഹം ബിഷപ്പ് ഹൌസിൽ സന്ദർശനം നടത്തിയത്. ബിഷപ്പ് ഹൌസിലെ മാനന്തവാടി ബിഷപ്പായിട്ടുള്ള ജോസ് പൊരുന്നേടം, അതോടൊപ്പം കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, മാനന്തവാടി രൂപത സഹായമെത്രാനായിട്ടുള്ള അലക്സ് താരാമംഗലം എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ ഘട്ടത്തിൽ സഭ ഒരു നിവേദനം കൈമാറുകയുണ്ടായി. അതിൽ വയനാടിന്റെ സമഗ്ര വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമഗ്രമായ നിവേദനമാണ്, 3 പേജ് ഉള്ള നിവേദനമാണ് കൈമാറിയിട്ടുള്ളത്. അത് 15 വർഷത്തിനിപ്പുറവും കൃത്യമായ കേന്ദ്ര പദ്ധതികൾ വയനാട്ടിൽ വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ള പ്രധാന ആക്ഷേപമാണ് സഭ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവവും മണ്ഡലത്തിലുണ്ട് എന്നുള്ളതും സഭ ഓർമ്മിപ്പിക്കുന്നു. യുവജനങ്ങൾ പഠനത്തിനും ജോലിക്കുമായി വയനാട്ടിൽ നിന്നും ഇതര രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലും സഭ നടത്തുന്നുണ്ട്. ചികിത്സ, ഗതാഗത സൗകര്യങ്ങളുടെ കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നു. ബദൽ റോഡുകളുടെ, അതോടൊപ്പം തന്നെ ചുരം റോഡിന്റെ വികസനം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. വർഷങ്ങളായുള്ള സ്വപ്ന പദ്ധതി എന്ന നിലമ്പൂർ നഞ്ചൻകോട് പാത യാഥാർത്ഥ്യമാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ടാകുന്നു. രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സഭ ഈ രാഹുൽ ഗാന്ധിക്ക് നിവേദനം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനുശേഷം അമലോത്ഭവമാതാ ദേവാലയത്തിലും രാഹുൽ ഗാന്ധി മാനന്തവാടി സന്ദർശനം നടത്തി. ഇതിനുശേഷമാണ് റോഡ് ഷോയ്ക്കായി അദ്ദേഹം വെള്ളമുണ്ടയിലേക്ക് പോയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന്.